നമസ്കാരം. 2025 എന്ന പുതുവർഷത്തിലെ മേടം രാശിക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ ഫലമാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. രാശി പ്രകാരമുള്ള ഫലങ്ങളാണ് പരാമർശിക്കുന്നത്. എന്നാൽ ഓരോ നക്ഷത്രങ്ങളെക്കുറിച്ചും വിശദമായ വീഡിയോ, അതായത് 2025 അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ സമ്പൂർണമായ പുതുവർഷ ഫലം, ഓരോ നക്ഷത്രക്കാരുടെയും ഫലങ്ങളെക്കുറിച്ച് വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ്. ആ വീഡിയോ കൂടി കാണുവാൻ ഏവരും ശ്രമിക്കുക. ഈ വീഡിയോയിലൂടെ മേടം രാശിക്കാരുടെ ഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. അശ്വതി, ഭരണി, കാർത്തിക, ആദ്യപാദം എന്നീ 3 നക്ഷത്രക്കാരാണ് മേടം രാശിയിൽ വരുന്നത്. ആ നക്ഷത്രക്കാർക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇപ്രകാരമാണ്. ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഈ പറയുന്നത് പൊതുഫല പ്രകാരമാണ് എന്ന കാര്യവും ഓർക്കുക. ഭാരതീയ ജ്യോതിഷത്തിലെ കാലപുരുഷ സങ്കല്പത്തിൽ തലയുടെ സ്ഥാനത്താണ് മേടം. കരുത്തിന്റെയും ധൈര്യത്തിന്റെയും ഗ്രഹമായ ചൊവ്വയാണ് മേടം രാശിയുടെ അധിപൻ. സൂര്യൻ മേടം രാശിയിൽ ഉച്ചസ്ഥായി ആയിരിക്കും. മേടം രാശിയിൽ ജനിച്ചവർ പ്രസന്നവതരും അതേപോലെ ശുഭാപ്തി വിശ്വാസം ഉള്ളവരായിരിക്കും. ഊർജ്ജസ്വലരായ വ്യക്തികളാണ്. ധൈര്യം, ആത്മവിശ്വാസം, നിശ്ചയദാർഢ്യം, സാഹസികത തുടങ്ങിയ കാര്യങ്ങൾ അഥവാ തുടങ്ങിയ ഗുണങ്ങൾ ഇവർക്കുണ്ട്. സദാ ഒന്നാമതെത്തുവാൻ പരിശ്രമിക്കുകയും നേതൃസ്ഥാനങ്ങളിലേക്ക് ഇവർ ഉയർന്ന് വരികയും ചെയ്യുന്നവരാകുന്നു. വെല്ലുവിളികൾ നേരിടുവാനും ഇഷ്ടപ്പെടുന്ന ഇവർ ഏതൊരു പ്രവൃത്തിക്കും പ്രാരംഭം കുറിക്കുവാൻ സന്നദ്ധരായിരിക്കും എന്നതും മറ്റൊരു പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. ഇവരോട് നിങ്ങൾക്ക് തർക്കിച്ച് ജയിക്കുക എന്നത് വളരെ പ്രയാസകരമേറിയ അഥവാ ബുദ്ധിമുട്ടായ ഒരു കാര്യമാകുന്നു. പുറമെ പരുക്കരായി തോന്നും എങ്കിലും മേടം രാശിക്കാർ നിഷ്കളങ്കരും പെട്ടെന്ന് സന്തോഷിക്കുന്നവരുമായിരിക്കും. തവിട്ട് കലർന്ന നിറത്തോടു കൂടിയ കണ്ണുകളാകും ഇവർക്ക് ഉണ്ടാവുക. ബൃഹത് ജാതക പ്രകാരം മേടം ലഗ്നത്തിൽ ജനിച്ചവർക്ക് ഉറച്ച ശരീരവും തിളക്കമുള്ള കണ്ണുകളും ഉണ്ടാകും. മേടം ജന്മരാശിക്കാർ പ്രായഭേദമന്യേ ഊർജ്ജസ്വലത പ്രകടിപ്പിക്കുന്നവരാകുന്നു. മുൻകോപം, അക്ഷമത, എടുത്തുചാട്ടം തുടങ്ങിയവയും ഇവർ പ്രകടിപ്പിക്കുന്നതാകുന്നു. കായിക ഇനങ്ങൾ, നേതൃസ്ഥാനങ്ങൾ, വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ എന്നിവയോട് പ്രത്യേകമായ ഒരു ഇഷ്ടം ഇവർക്ക് ഉണ്ടാകുന്നതുമാണ്. ആലസ്യം, തെറ്റുകൾ, അപൂർണത എന്നിവ ഇവർക്ക് ഇഷ്ടപ്പെടുന്നതായ കാര്യങ്ങളല്ല. ഏത് കാര്യത്തിലും മുൻപന്തിയിൽ എത്താനുള്ള ആഗ്രഹം ഇവർക്ക് സദാ ഉണ്ടാകുന്നതുമാണ്. തങ്ങൾക്ക് ലഭിക്കുന്നതായ സന്തോഷം, സമൃദ്ധി, അധികാരം എന്നിവ മറ്റുള്ളവരുമായി പങ്കിടുവാൻ ഇവർക്ക് താല്പര്യം ഉണ്ടാകുന്നതുമാണ്. സ്നേഹിച്ചാൽ അങ്ങേയറ്റം സ്നേഹിക്കുകയും വെറുത്താൽ അങ്ങേയറ്റം വെറുക്കുകയും ചെയ്യുന്നവരാണ് മേടം രാശിക്കാർ. സഞ്ചാരം ഇഷ്ടപ്പെടുന്നവരാണ് പൊതുവെ ഇവർ. നിഷ്കളങ്കമായ സ്വഭാവമുള്ളവരാകുന്നു. കാടുകളിലും പർവ്വത പ്രദേശങ്ങളിലും താമസിക്കുവാൻ അല്പം കൂടി ഇഷ്ടമുള്ളവരാണ് എന്ന് പരാമർശിക്കാം. വേഗം ഭക്ഷിക്കുന്നതായ സ്വഭാവം ഇവർക്ക് ഉള്ളതാകുന്നു. ഇനി 2025 പ്രധാന ഗ്രഹങ്ങളുടെ നില പരിശോധിക്കാം. ഇത് എപ്രകാരം മേടം രാശിക്കാരുടെ ജീവിതത്തെ 2025 മാറ്റങ്ങൾ കൊണ്ടുവരും എന്നാണ് പരാമർശിക്കാനായി പോകുന്നത്. വർഷാരംഭത്തിൽ സംഭവിക്കുന്നതായ കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. 9 നിൽക്കുന്നതായ സൂര്യൻ, ബുധൻ, ശുക്രൻ 9, 11 രാശികളിലൂടെ മുന്നോട്ട് രാശി മാറുന്നതാണ്. ശനി മാർച്ച് വരെ ഇഷ്ടസ്ഥാനത്താണ്, 11ാം ഭാവത്തിലാകുന്നു. ശേഷം 12ാം ഭാവത്തിലേക്ക്. 7 ശനിയുടെ ആരംഭമാണ്. അപ്പോൾ രാഹുവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മെയ് പകുതി വരെ 12ാം ഭാവത്തിൽ, ശേഷം 11ാം ഭാവത്തിലേക്ക് രാശി മാറുന്നു. കേതുവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മെയ് പകുതി വരെ 6ാം ഭാവത്തിലും ശേഷം 5ാം ഭാവത്തിലേക്കും മാറുന്നതാണ്. ഗുരു മെയ് പകുതി വരെ 2ാം ഭാവ രാശിയിലാണ്. ശേഷം 3ാം ഭാവരാശിയിൽ ഒക്ടോബർ പകുതി വരെയാകുന്നു. ശേഷം 4ാം ഭാവരാശിയിൽ ഡിസംബർ ആദ്യവാരം വരെയാകുന്നു. കഴിഞ്ഞ് വക്രത്തിൽ ഗുരു 5ാം ഭാവരാശിയിലേക്ക് നീങ്ങുന്നു.
കുജൻ ജൂൺ 6 വരെ 4-ാം ഭാവത്തിലും വക്രത്തിലും നേർചലനത്തിലുമായി 3-ലും 4 ഭാവങ്ങളിലും തുടരും. ശേഷം 5 മുതൽ ഉള്ള രാശികളിലേക്ക് മാറ്റം. ഗ്രഹനില പ്രകാരം ഓരോ വ്യക്തിക്കും ഇനി പറയുന്നതായ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നേക്കാം. ഓരോ നക്ഷത്രക്കാരുടെയും വിശദമായ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ മേടം രാശിക്കാരുടെ പൊതുവായ ഫലമാണ് പരാമർശിക്കാനായി പോകുന്നത്. അതേക്കുറിച്ച് മനസ്സിലാക്കാം. ആരോഗ്യപരമായ കാര്യങ്ങളെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കാം. മാർച്ച് വരെ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ രാശിക്കാർക്ക് ഉണ്ടാകണം എന്നില്ല, അഥവാ വന്നു ചേർന്നാൽ പോലും കാര്യമായി നിങ്ങളെ ബാധിക്കണം എന്നില്ല. എന്നാൽ അലച്ചിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അലച്ചിൽ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. മനക്ലേശം, ക്ഷീണം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. എന്നാൽ ഉദര രോഗത്തിന് സാധ്യത കൂടുതലുള്ള സമയമാകുന്നു ഈ സമയം. അതിനാൽ ആരോഗ്യപരമായി കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ഈ സമയം യോഗ, ആഹാരം തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആഹാരം ശ്രദ്ധിച്ച് കൃത്യസമയത്ത് തന്നെ കഴിക്കുക. മാർച്ചിന് ശേഷം ശനിയാഴ്ച ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ധാര വഴിപാട് ചെയ്യുന്നതും അതീവ വിശേഷം തന്നെയാകുന്നു. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മാർച്ച് വരെ നിങ്ങൾക്ക് കർമ്മനേട്ട സമയം തന്നെയാകുന്നു. പ്രമോഷൻ നിങ്ങൾക്ക് ലഭിക്കാം, അഥവാ ജോലിയിൽ ഉയർച്ച വന്നു ചേരാം. ഇഷ്ട തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നതായ സാഹചര്യം, ഉയർച്ച, നേട്ടങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. തടസ്സങ്ങളുണ്ട് എങ്കിൽ ആ തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരു പരിധി വരെ ഒഴിഞ്ഞു പോകുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. മേലുദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് പ്രീതി സമ്പാദിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. മാർച്ചിന് ശേഷം തൊഴിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ വന്നു ചേരാം. അതിനാൽ തൊഴിൽപരമായ കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നു ചേരുന്ന സമയമാകുന്നു. അതിനാൽ മാർച്ചിന് ശേഷം ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. സ്ഥലം മാറ്റം, തടസ്സം തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല കാര്യങ്ങളും ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയും എന്നാൽ സമയത്ത് അത് ചെയ്ത് പൂർത്തീകരിക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ഏതു കാര്യത്തിലും കഠിനാധ്വാനം ചെയ്യേണ്ടതായ സാഹചര്യം വന്നു ചേരാം. തൊഴിലുമായി ബന്ധപ്പെട്ട് വ്യവഹാരങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ഗുരുവിന്റെ ദൃഷ്ടിയാൽ ഇവയെല്ലാം തന്നെ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ ജൂണോടുകൂടി സ്ഥിതിഗതികൾ മാറുന്നതാണ്. മെയ് പകുതിയോടുകൂടി വിദേശത്ത് ജോലി ചെയ്യുവാൻ നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യമായി തന്നെ മാറും. വിദേശത്ത് ജോലി ലഭിക്കുക, മാർക്കറ്റിംഗ്, ട്രാവൽ, ടൂറിസം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം ഗുണാനുഭവങ്ങൾ വന്ന് ചേരുന്ന സമയമാകുന്നു. പൊതുവെ ശ്രദ്ധിച്ച് വളരെയധികം ശ്രദ്ധയോടെ തന്നെ കാര്യങ്ങൾ നോക്കിക്കണ്ട് മുന്നോട്ട് പോവുക. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാതെ മുന്നോട്ട് പോയാൽ അത് നിങ്ങൾക്ക് ഗുണമേ നൽകൂ. തൊഴിൽപരമായ രംഗത്ത് അഥവാ തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. ഉയർച്ചയും ഭാഗ്യവും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. മെയ് മുതൽ ബിസിനസ് ചെയ്യുന്നവർക്ക് കൂടുതൽ അനുകൂലമായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. പുതിയ ബിസിനസ് ആരംഭിക്കുവാൻ ശ്രമിക്കുകയാണ് എങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. ബിസിനസ് വിപുലീകരിക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്ന സമയം. കൂടാതെ മെന്റൽ ടെൻഷൻ ഉണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. അത്തരത്തിൽ മുന്നോട്ട് പോകുവാനുള്ള സാഹചര്യങ്ങളാണ് ജീവിതത്തിലേക്ക് കടന്നു വരിക. എന്നാൽ വിദ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ അല്പം കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി പരാമർശിക്കാനായി പോകുന്നത് മാർച്ച് ഏപ്രിൽ വരെ നിങ്ങൾ തീർച്ചയായും വിദ്യയിൽ അനുകൂലമായ സാഹചര്യമാണ് എങ്കിലും അല്പം കൂടി ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. അത് ഏതൊരു കാര്യത്തിലാണ് എങ്കിലും ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മെയ് മുതൽ ഉന്നത വിദ്യാഭ്യാസത്തിന് അനുകൂലമായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. പുറമെ പഠിക്കാനുള്ള അഥവാ വിദേശത്ത് നോക്കുന്നുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ അനുകൂലമായി തീരാം. അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് സീറ്റ് കിട്ടുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വിദേശത്ത് പഠനവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നേരിടുന്നവരാണ് എങ്കിൽ അത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. തുടക്കത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകും എങ്കിലും പിന്നീട് അത് ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും.
അതിനാൽ നിങ്ങളുടെ മനസ്സ് മടുപ്പിക്കേണ്ടതായ സാഹചര്യമില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. മത്സര പരീക്ഷകളിൽ തിളക്കമാർന്ന വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ഗുരുക്കന്മാരുടെ നിർദ്ദേശങ്ങൾ കാരണം വലിയ രീതിയിലുള്ള പുരോഗതി പഠനത്തിൽ നിങ്ങൾക്ക് വന്ന് ചേരുന്നതായ സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ പഠനവുമായി ബന്ധപ്പെട്ട് വളരെ അനുകൂലമായ സാഹചര്യം വന്നു ചേരും. പഠനത്തിന്റെ ചിലവ് എന്നാൽ അല്പം വർദ്ധിക്കാനുള്ള സാധ്യത ഈ സമയം നിങ്ങൾക്ക് വളരെ കൂടുതലാകുന്നു. ആത്മീയപരമായ ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും. അത് പഠനത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കും. ഏകാഗ്രത വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക എന്നുകൂടി മനസ്സിലാക്കുക. സമ്പത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മെയ് പകുതി വരെ ധന ആഗമനം, ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ധനം ഇരട്ടിപ്പിക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. അനുകൂലമായ സമയമാണ് വന്നു ചേരുക. ധനപരമായ നേട്ടങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. എന്നിരുന്നാലും ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും മാർച്ച്, ഏപ്രിൽ മാസങ്ങൾ അപ്രതീക്ഷിതമായ ചില ചിലവുകൾ വന്നു ചേരുവാനുള്ള സാധ്യത ഈ സമയം കൂടുതലാകുന്നു. മംഗള കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് ഈ സമയം നിങ്ങൾക്ക് ചിലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യമാണ്. കാരണം അനാവശ്യമായ ചിലവുകൾ അത് ആഡംബരപൂർണമായ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. ധനം ധാരാളമായി ഈ വർഷം വന്നു ചേരുന്നു എങ്കിലും അവ ചിലവായി പോകുവാനും സാധ്യത കൂടുതലാകുന്നു. കൈകളിൽ നിൽക്കുവാനുള്ള സാധ്യത അല്പം കുറവാണ് എന്ന കാര്യം ഓർക്കുക. അതിനാൽ അമിതമായ ചെലവ് നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കണം. എന്നാൽ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുമ്പോൾ മാർച്ച്, ഏപ്രിൽ എന്നീ മാസങ്ങൾ വിവാഹ ആലോചനകൾക്ക് ശുഭമല്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. മെയ് പകുതിക്ക് ശേഷം വിവാഹ കാര്യങ്ങൾ അനുകൂലമാകാം. എന്നാൽ മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ ദാമ്പത്യ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. തർക്കങ്ങൾ വർദ്ധിക്കുകയോ അല്ലെങ്കിൽ നിലവിലുള്ള തർക്കങ്ങൾ അത് വലുതാവുകയോ ചെയ്യുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കി രമ്യതയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യമാണ് ഉള്ളത്. ഈ സമയം നിങ്ങൾക്ക് ഉമാ മഹേശ്വര പ്രീതി ഏറ്റവും അനിവാര്യമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. ഉമാ മഹേശ്വര പ്രീതി വരുത്തുന്നതിലൂടെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകാം. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഞായറാഴ്ച ദിവസങ്ങളിൽ ഉമാ മഹേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് കൂടുതൽ ഐശ്വര്യപ്രദമാണ്. അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം വർദ്ധിക്കുന്നതിന് അത് സഹായകരമായി തീരും. കുടുംബജീവിതത്തിൽ സന്തോഷം, ഐക്യം കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് തന്മൂലം സാധിക്കുന്നതാണ്. എന്നാൽ ഇനി പരാമർശിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാകുന്നു. മേടക്കൂറിൽ വരുന്നതായ വിഭിന്ന ലഗ്നക്കാർക്ക് ഈ വർഷം എപ്രകാരമാണ് എന്ന് മനസ്സിലാക്കാം. ഗുണകരമായ ഫലങ്ങൾ വന്നു ചേരാവുന്ന അല്പം നേട്ടങ്ങൾ, സൗഭാഗ്യങ്ങൾ, ഐശ്വര്യങ്ങൾ കടന്നു വരാൻ സാധ്യത കൂടുതലുള്ള ആ ലഗ്നക്കാർ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. ആദ്യത്തേതായ രാശി ഇടവമാണ്. കൂടാതെ മിഥുനം, കർക്കിടകം, വൃശ്ചികം, മകരം, തുലാമാകുന്നു. എന്നാൽ ദോഷകരമായ ലഗ്നക്കാരായി പരാമർശിക്കുന്നത് ചിങ്ങം, കന്നി, ധനു, കുംഭം, മീനം രാശിക്കാരാകുന്നു. മേടക്കൂറിൽ വരുന്ന ലഗ്നക്കാരെ കുറിച്ചാണ് ഈ പരാമർശിച്ചിട്ടുള്ളത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ദോഷകരമായ ചില കാര്യങ്ങൾ സംഭവിക്കാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം കുടുംബദേവതയെ ആരാധിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. പരമശിവനെയും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക.